വടകരയിൽ CPM വർഗീയ ധ്രുവീകരണം നടത്തുന്നുവെന്നാരോപിച്ച് UDFന്റെ നേതൃത്വത്തിൽ ഇന്ന് ജനകീയ ക്യാമ്പയിൻ നടത്തും. വൈകിട്ട് കോട്ടപ്പറമ്പ് മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. അതേസമയം UDFനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഇടതുമുന്നണിയും തയ്യാറെടുക്കുകയാണ്. ദീപക് മലയമ്മ നൽകും വിവരങ്ങൾ. ദീപക്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും വടകരയിലെ പ്രശ്നങ്ങൾക്കൊരു അറുതി ഉണ്ടായിട്ടില്ല. UDFും LDFും മത്സരിച്ച് ഇത്തരത്തിൽ ജനകീയ ക്യാമ്പയിനും മറ്റു പ്രതിഷേധ പരിപാടികളും ഒക്കെ നടത്തുകയാണ്. ഇന്നിപ്പോൾ UDFന്റെ പരിപാടിയാണ്. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഇതാ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലാണ് ഇത്രത്തോളം മലീമസമായ രീതിയിലേക്ക് വടകരയിലെ അതിന് പിന്നാലെയാണ് ഈ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ ഇരുവിഭാഗവും നടത്തുന്നു എന്നുള്ള പരസ്പരം ആരോപണങ്ങളും ഉയർന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ LDF ഒരു മുഴ മുന്നേ എറിഞ്ഞുകൊണ്ട് CPMന്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ DYFIയുടെ നേതൃത്വത്തിലും വടകരയിൽ ഇത്തരത്തിൽ വർഗീയതയ്ക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് UDFന്റെ ക്യാമ്പയിൻ വരുന്നത്. RMP ഉൾപ്പെടെ ആ ക്യാമ്പയിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ ഒരു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കുന്നത്, വിശദീകരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഒപ്പം തന്നെ സാംസ്കാരിക മേഖലയിലുള്ള ആളുകളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് CPIM ആണ് വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് നീക്കം നടത്തുന്നത് എന്നുള്ളത് സ്ഥാപിക്കുക എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ കാണുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ കാഫിർ പ്രയോഗം ഉൾപ്പെടെ വന്ന ഘട്ടത്തിലൊക്കെ ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള അണികളാണ് ഇത്തരത്തിൽ പ്രയോഗങ്ങൾ നടത്തിയത് എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് CPM രംഗത്ത് വരുന്നത് കണ്ടതാണ്. അവർ പരാതി ഉൾപ്പെടെ നൽകി മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ അതിലൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പിന്നീട് അത് UDYF എന്നുള്ള നിലയിലേക്ക് മാറ്റുകയും ചെയ്ത ഒരു മാർച്ച് വടകര SP ഓഫീസിലേക്ക് സംഘടിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ വർഗീയ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു. ആ കാര്യത്തിലേക്ക് പോലീസ് കടക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിസ്സംഗത എന്നുള്ളതായിരുന്നു. അങ്ങനെ പരസ്പരം ഈ വർഗീയ ധ്രുവീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരാണ് മുന്നിൽ എന്നുള്ള തരത്തിലേക്ക് വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും കൊഴുക്കുകയാണ്. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ പോലും ഇത് ഏത് അർത്ഥത്തിലേക്ക് ഈ ഒരു പ്രചാരണങ്ങൾ പോകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് വടകരയുടെ ഒരു സ്വഭാവം വളരെ സെൻസിറ്റീവായിട്ടുള്ള പല മേഖലകളും ഉൾപ്പെടുന്ന ഒരു മണ്ഡലവും കൂടിയാണ് വടകര മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അത് വീറും വാശിയുമുള്ള ഒരു പോരാട്ടം എന്ന കണക്കിലേക്ക് മാറുന്നു എന്നുള്ളത് കൂടിയാണ് കാണേണ്ടത്. അത് ഒട്ടും ആശ്വാസകരമായ കാര്യമായിരിക്കുകയുമില്ല. വിനിത, ദീപക്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ മുന്നണികൾ തമ്മിലുള്ള വാക്പോര് അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള വാക്പോര് അണികളിലേക്ക് എത്തുമ്പോഴാണല്ലോ ആ പ്രദേശങ്ങളിൽ സ്വാഭാവികമായും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഏത് രീതിയിലാണ് ഇതിനെ ഇപ്പോൾ അണികളെ അനുനയിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തുന്നതിലൊക്കെയുള്ള നീക്കങ്ങൾ മുന്നണികളും നടത്തുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ പലപ്പോഴും നേതൃത്വത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ള കാഴ്ചകളാണ് നമ്മൾ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മുതൽ കണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കാഫിർ പ്രയോഗം അത് വന്നിരിക്കുന്നത് ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പുറത്തേക്ക് വന്നതാണ്. പക്ഷേ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുള്ള കാസിം കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ തന്നെ ഷോ ആയിട്ടുള്ള എൻ്റെ ചോര തിളയ്ക്കുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അങ്ങനെ അയാൾ കുറ്റക്കാരനാണ് എങ്കിൽ അയാൾ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് UDF ചോദിക്കുന്നത്. അതേസമയം തന്നെ കൃത്യമായ തെളിവുകളാണ് ഹാജരാക്കിയത് എന്ന് CPM അവരുടെ മറുവാദമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വാദങ്ങൾ പരസ്പരം ഉന്നയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ആരാണ് ഇത്തരത്തിൽ വർഗീയ ചുവയുള്ള പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിലേക്ക് പൂർണ്ണമായും എത്താൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നു. പേരാമ്പ്രയിൽ തന്നെ 4 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ 2 കേസുകൾ വളരെ ഗുരുതരമായ കേസുകൾ എന്നുള്ള നിലയിൽ തന്നെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ KK ശൈലജയെ പല വിധത്തിലും അപമാനിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ ഇടത്തിൽ അപമാനിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗ് ഭാരവാഹികൾക്കെതിരെയൊക്കെ കേസെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം ഇപ്പോഴും ഈ സൈബർ ഇടങ്ങളിൽ പോരടിച്ച് മുന്നോട്ട് പോവുകയാണ് അണികൾ. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിയന്ത്രണം നേതൃത്വത്തിന് ആർക്കും തന്നെ ഇല്ല എന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. അത് വളരെ അപകടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. വിനിത, ശരി. ദീപക് മലയമ്മയാണ് വടകരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്നാണ് UDF RMP ജനകീയ ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇടതുമുന്നണിയും സജീവമായി പ്രചാരണ പരിപാടികളുമായി രംഗത്തുണ്ട്.